എല്ലാവർക്കും നമസ്കാരം. ഞാൻ അതുൽ നർഗര. കൂട്ടുകാർക്കൊരു പാട്ടാണെന്ന് പ്രതീക്ഷിച്ച ആരെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തെറ്റി. ഇന്ന് ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് എല്ലാവർക്കും അറിയാം, മലപ്പുറം ജില്ലയിൽ മഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് കീഴിൽ നർഗര എന്ന് പറഞ്ഞ ഒരു പ്രദേശത്താണ് നമ്മൾ താമസിക്കുന്നത്. മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും മികച്ച കുറച്ച് യൂത്ത് ക്ലബ്ബുകൾ എടുത്തു കഴിഞ്ഞാൽ അതിലേറ്റവും മികച്ച മുന്നിൽ നിൽക്കുന്ന ക്ലബ്ബുകളിലൊന്നാണ് നർഗരയിലുള്ള മാസ്കോട്ട് നർഗര. ഇവിടെ ഒരു 10-20 ചെക്കന്മാരൊന്നായിട്ട് തുടർച്ചയായിട്ടുള്ള 5 വർഷമായിട്ട് 2 ഏക്കർ നെൽപ്പാടത്ത് കൃഷി ചെയ്യുകയാണ്. കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് ചെയ്യണത്, എങ്ങനെയാണ് അതിൻ്റെ ഇൻകം, എങ്ങനെയാണ് എവിടെ നിന്നൊക്കെയാണ് സഹായങ്ങൾ ലഭിക്കാറുള്ളത്, എങ്ങനെയാണ് നിങ്ങളിത് തുടങ്ങിയിട്ടുള്ളത്. നാട്ടിലൊക്കെ കുറേ ചെക്കന്മാരൊക്കെ കൂടിയിരിക്കുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ എല്ലാവരും പൂർണ്ണമായിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നേ ഉള്ളൂ. തുടക്കം ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു പരിപാടിയാണ്. നിലവിൽ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും കൃഷിയെ സ്നേഹിക്കേണ്ടതായിട്ടുള്ളൂ. നമ്മുടെ ഭക്ഷ്യ സംസ്കാരമൊക്കെ അത്ര കണ്ട് തകർന്നു പോയിരിക്കുന്ന ഈ ഒരു സമയത്ത് എല്ലാവരും പുതിയ യങ്സ്റ്റേഴ്സ് എന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ഇതിലേക്ക് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ പാടത്ത് തന്നെയാണ് നിൽക്കുന്നത്, മാസ്കോട്ടിൻ്റെ പാടത്ത് തന്നെയാണ്. 2 ഏക്കർ പാടത്ത് വളരെ ഭംഗിയായിട്ട് വിളഞ്ഞു നിൽക്കുകയാണ്. നാളെ നമ്മുടെ കൊയ്ത്തുത്സവമാണ്. അപ്പോൾ തുടർച്ചയായിട്ട് 5 വർഷമായിട്ട് നമുക്കിത് ഡോക്യുമെൻ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല കൂടുതലായിട്ടൊന്നും. അപ്പോൾ നാളെ കുറേ ആൾക്കാർ വ്ളോഗേഴ്സൊക്കെ വരുന്നുണ്ട്. അതിന് മുൻപായിട്ട് നമ്മളെ വക ഒരു ചെറിയൊരു പടം പിടുത്താണ്. അപ്പോൾ ഏകദേശം പാടമൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതായത് പ്രധാനമായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് എല്ലാവരും. അതായത് എങ്ങനെയാണിത് തുടങ്ങുന്നത്, സ്റ്റാർട്ടിങ് എങ്ങനെയാണ്, സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കാറുണ്ടോ, അത്തരത്തിലുള്ള കുറേ ക്വസ്റ്റ്യൻസിനുള്ള വലിയൊരു ഉത്തരമായിട്ട് ഈ വീഡിയോ കാണുക. അപ്പോൾ നമുക്കെന്തായാലും പാടത്തിൻ്റെ കാഴ്ചയിലേക്ക് പോകാം. അപ്പോൾ കാഴ്ചകളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. 2 ഏക്കർ പാടത്തിൽ വളരെ ഭംഗിയായിട്ട് നെൽകൃഷി ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് അടുത്ത ദിവസമാണ്, ഇപ്പോൾ 2ാമത്തെ ദിവസമാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നെൽകൃഷി നെല്ലിൻ്റെ ഇവിടെ നിന്നത്തെ കൊയ്ത്തുത്സവം ഇവിടെ ആരംഭിക്കാനായി എല്ലാവരും കാത്തു നിൽക്കുകയാണ്. ചെക്കന്മാരും ബാക്കിയുള്ളവരും ചേച്ചിമാരും ഒക്കെ യശോദേച്ചിയും ടീമൊക്കെ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി സമയം വഴിക്കേണ്ട, നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ നമ്മുടെ മാസ്കോട്ടിൻ്റെ 5ാം വർഷ കൃഷി ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. കൃഷി തുടങ്ങുകയല്ല, കൊയ്ത്തുത്സവം തുടങ്ങാൻ പോവുകയാണ്. യശോദേച്ചിയും ബാക്കിയുള്ള എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ അനുഭവം യശോദേച്ചിനോട് ചോദിക്കുക. യശോദേച്ചി നല്ലൊരു പാട്ടുകാരിയാണ്. പാട്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. കൂട്ടുകാർക്കൊരു പാട്ടിൽ പ്രത്യേക ഒരു എപ്പിസോഡായിട്ട് യശോദേച്ചിൻ്റെ പാട്ട് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഈ സമയം എന്തായാലും. അപ്പോൾ ഇനി തുടങ്ങാൻ പോവുകയാണ്. യശോദേച്ചിനോട് 2 അഭിപ്രായം ചോദിച്ചിട്ട് നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ കുട്ടികളെ ഈ പണി തുടങ്ങി 5ാം വർഷമാണ് ഈ കൃഷി നടക്കണേ. ഏത് കൃഷിക്കാരും ഇത് കണ്ട ഒരു നെല്ലിൻ്റെ ഒക്കെ കേട് കാരണം ഒഴിവാക്കും. ഇവരെന്തായിട്ടും ഒഴിവാക്കാതെ ഇതിലേക്ക് തന്നെ മുന്നോട്ട് ഇറങ്ങിക്കൊണ്ടും അവരെ കൂടെ എന്തിനും ചെയ്യാനും ഞങ്ങൾ പഞ്ചായി ഒരു 60-65 പറഞ്ഞ നെല്ലിനെ കിട്ടി. ഞങ്ങൾ കൂലി കൊടുക്കാൻ കൊണ്ടവർ മുന്നോട്ട് മൈജാനും ഞാൻ കിട്ടില്ല.
അപ്പോൾ പരിപാടി ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. നല്ല വെയിലാണ് രാവിലെ തന്നെ. എല്ലാവരും ചേച്ചിമാരിവിടെ കൂടുതലായിട്ട് കൊയ്യാൻ അവർ മാത്രമാണ്, നമ്മൾ ഇറങ്ങാറില്ല. ചേച്ചിമാരെല്ലാവരും ഇതൊന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മളവിടെ ബാക്കി കറ്റ കൊണ്ടുപോകലും മെതിക്കലും ബാക്കി പരിപാടിയൊക്കെയാണ് ചെക്കന്മാരെ പരിപാടി. അപ്പം കോവിഡിൻ്റെ പ്രോട്ടോക്കോളൊക്കെ പാലിച്ചിട്ട് കുറച്ച് പേരെ എത്തിയിട്ടുള്ളൂ. നമ്മളെ ചെക്കന്മാർ മാത്രമാണ്, അല്ലെങ്കിൽ നാട് മൊത്തം കൂടുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും കാണുന്നുണ്ടാവും, ഇപ്പോൾ ക്യാമറയിൽ തന്നെ കാണുന്നുണ്ടാവും. ഇവർ കൊയ്ത് കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ഒരു കറക്റ്റ് ഒരു ഓർഡറിൽ ഇവിടെ തന്നെ വെക്കും. നമ്മൾ ചെക്കന്മാർ അവിടെ നിൽക്കുന്നുണ്ട്, എല്ലാവരും അത് വന്ന് എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും. കല്ലും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റെഡിയാക്കും. അപ്പോൾ ഇവിടെ പരിപാടി നടക്കട്ടെ. നമുക്കവിടെ ക്ലബ്ബ് കൂട്ടുകാരുണ്ട്, അവരെ പോയിട്ടൊന്ന് കാണാം. നമ്മളിവിടെ മെതിക്കാനുള്ള ഇവിടെ ഏകദേശം ഒരു സ്പേസ് ഉണ്ടാക്കുകയാണ്. ഇവിടെ പാടത്തന്നെ ഒരു സ്ഥലത്ത് ചെറുതായിട്ട് പന്തലൊക്കെ ഇട്ടിട്ട് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാണ്. നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെക്കന്മാരെല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പരിചയപ്പെട്ട് പോവാം. ഞാൻ പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. 2-3 ആൾക്കാരുണ്ട് ഇവിടെ, ഞാൻ എല്ലാവരും പരിചയപ്പെടുത്തതാ. അത് പ്രവീണേട്ടനാണ് ക്ലബിൻ്റെ സെക്രട്ടറി. ബാക്കി കാര്യങ്ങൾ നമുക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പ്രവീണേട്ടൻ്റെ അടുത്തേക്ക് നമുക്ക് പെട്ടെന്ന് എത്താം. അടുത്തതാക്കണം അർജുൻ മാസ്കൂര്, ആളെ കാണില്ല. ഇതാണ് അർജുൻ. പിന്നെ കുറേ ആൾക്കാരുണ്ട്. ഇതാ രമേശേട്ടൻ മാസ്കൂരി രമേശേട്ടൻ. ഗോപകുമാർ നേഴ്സാണ് നമ്മളെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ. അത് അവിടെ നമ്മളെ നിഖിൽ, അഭിനവ്, അതുപോലെ തന്നെ ഇതാക്കണു വിനീതേട്ടൻ. കുറേ ആൾക്കാരുണ്ട് ഇവിടെ. എല്ലാവരും ബാക്കിയുള്ളവർ കുറേ ഇതാക്കണു. വണ്ടിയിൽ വരുന്നത് അബിൻദാസ്. അങ്ങനെ കുറേ പേരുണ്ട് ഇവിടെ. എല്ലാവരും ഓരോ തിരക്കിലാണ്, ഓരോ പണിയിലാണ്. അപ്പോൾ ക്ലബിൻ്റെ കരുത്തനായ സാരഥി ഇവിടെ ഉണ്ട്. ഇതാക്കണു നമ്മുടെ സെക്രട്ടറി പ്രവീണേട്ടൻ. അപ്പോൾ പ്രവീണേട്ടനോട് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കൂടുതൽ നമുക്ക് പെട്ടെന്ന് ചോദിച്ചറിയാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രവീൺ. ഞാൻ മാസ്കോട്ട് ക്ലബിൻ്റെ സെക്രട്ടറിയാണ്. തുടർച്ചയായിട്ട് 3 വർഷമായിട്ട് സെക്രട്ടറി സ്ഥാനത്ത് തുടരുകയാണ്. പിന്നെ മാസ്കോട്ടിൻ്റെ കൃഷിയെ പറ്റി പറയുകയാണെങ്കിൽ 5 വർഷമായി നമ്മളിത് തുടങ്ങിയിട്ട്. നമ്മളിത് ഫസ്റ്റ് തുടങ്ങുമ്പോൾ എല്ലാവർക്കും അറിയാം, പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് എവിടെ ഇത് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ മാസ്കോട്ട് ക്ലബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കളിച്ചും അല്ലെങ്കിൽ ഓരോ നടക്കുന്ന സമയത്ത് നമ്മൾ വ്യത്യസ്തമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം യുവാക്കളുടെയും അവർക്ക് ഫുൾ സപ്പോർട്ട് തരുന്ന കുറേ നാട്ടുകാരുടെയൊക്കെ ഒരു കൂട്ടായ്മയാണ് മാസ്കോട്ട് ക്ലബ്ബ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതിലാണ് നമുക്ക് കൃഷിയെ പറ്റി ചിന്തിച്ചാലോ എന്നൊരു അഭിപ്രായം ഞങ്ങളൊരു യോഗത്തിലുണ്ടായത്. അങ്ങനെ നമ്മളവിടെ ക്ലബിൻ്റെ അടുത്ത് തന്നെ ഒഴിഞ്ഞിടക്കുന്ന തരിശായി കിടക്കുന്ന ഒരു ഭൂമി ഞങ്ങൾ പാട്ടത്തിനെടുക്കുകയും അത് കൃഷിയോഗ്യമാക്കി 5 വർഷം ഞങ്ങളിപ്പോൾ കൃഷി നടത്തി വരുന്നു. അതിലാദ്യം ഞങ്ങൾ 2 ഘട്ടമായിട്ടാണ് ചെയ്യാറ്. ഒന്നാമത്തെ ഘട്ടത്തിൽ നെൽകൃഷി ചെയ്യുന്നു. അത് കഴിഞ്ഞ് കൊയ്ത്തെല്ലാം കഴിഞ്ഞതിന് ശേഷം പച്ചക്കറി കൃഷി ചെയ്യാറുണ്ട്. എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഈ ഒരു അവസരത്തിൽ നമ്മളെങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്, അതിനെങ്ങനെയാണ് അതിൻ്റെ ചിലവ് കാര്യങ്ങളൊക്കെ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുമായി സഹകരിക്കുന്ന നമ്മുടെ നാട്ടിലെ നല്ലവരായ ആളുകൾ, കുറേ അധികം ആളുകളുണ്ട്. അവർ നമുക്കൊരു ഷെയർ എന്ന രീതിയിൽ അവർക്ക് പറ്റുന്നൊരു തുക തന്നിട്ട് നമ്മളിതിനെ കൃഷിയിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. അതിനുശേഷം ആ തുകയ്ക്ക് സമാനമായ രീതിയിലുള്ള നമ്മളിൽ നിന്നും കിട്ടുന്ന ഉൽപ്പന്നം, അതായത് ഇപ്പോൾ നെൽകൃഷിയാണെങ്കിൽ നമ്മൾ നെല്ലായിട്ട് കൊടുക്കുന്നുണ്ട്, നമ്മൾ അവിലായിട്ട് കൊടുക്കാറുണ്ട്. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ മുൻ വർഷങ്ങൾ നമ്മൾ അരി ആക്കിയിട്ട് ആ നെല്ല് തന്നെ നമ്മൾ അരിയാക്കി കൊടുത്തു. നല്ലൊരു പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നുണ്ടായത്. നമ്മളെ ഈ ഷെയർ ഹോൾഡേഴ്സിൽ എല്ലാവർക്കും എത്തിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മളെ നാട്ടിൽ വിതരണം ചെയ്തു. മലപ്പുറം ജില്ലയിലെ പല ഭാഗങ്ങളിൽ എത്തിച്ചു. ജില്ലയ്ക്ക് പുറത്ത് വരെ നമ്മളത് കൊടുത്തിരുന്നു. നല്ലൊരു അനുഭവമാണ് അതിൽ നിന്ന് ഞങ്ങൾക്ക് ഉണ്ടായത്. പിന്നെ ഇപ്പോൾ കൃഷി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അത് പറഞ്ഞ പോലെ കാണുന്നില്ല. അപ്പോൾ ഈ ഒരു അവസരം നമുക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. രമേശേട്ടൻ്റെ ഇവിടെ രമേശേട്ടനാണ് നമ്മളെ ക്ലബിൻ്റെ എല്ലാമായ രമേശേട്ടൻ. ബാക്കി കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മളോടൊപ്പം പങ്കുവെക്കുന്നതാണ്. നമസ്കാരം, ഞാൻ രമേശ് കപ്രാട്ട്, മാസ്കോട്ട് ക്ലബിൻ്റെ ഒരു പ്രവർത്തകനാണ്. ഇപ്പോൾ മുൻകാലങ്ങളിലെ പ്രവർത്തനങ്ങൾ പരിചയം വെച്ചിട്ട് നമ്മൾ തുടങ്ങിയ ഒരു സംരംഭമായിരുന്നു ഈ നെൽകൃഷി. കേരളത്തിൽ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഒരു തുടക്കം നിലയിൽ ഞങ്ങളുടെ എളിയ കൂട്ടായ്മയായിരുന്നു ഈ കൃഷി. പ്രവീൺ മറ്റു കാര്യങ്ങളും ഈ കൃഷിയെക്കുറിച്ചുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പ്രതിപാദിക്കാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ സമൂഹത്തിലേക്ക് ഈ കൃഷിയെ എങ്ങനെ എത്തിക്കാം എന്നതിനെക്കുറിച്ച് ഉള്ള ഒരു പരിശ്രമം നടത്തുക മാത്രമാണ് ഞങ്ങളുടെ കൂട്ടായ്മ ചെയ്തിട്ടുള്ളത്. അത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള GLP സ്കൂളിലെ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടും അതോടൊപ്പം തന്നെ മഞ്ചേരിയിലെ 2-3 ഹൈസ്കൂളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടും കോളേജുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടും നമ്മുടെ ഈ കൃഷിയെ മറ്റു തലത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ 5 വർഷം. ആ ശ്രമങ്ങൾ വിജയിച്ചതിൻ്റെ ഫലമാണ് 5 വർഷമായി ഞങ്ങൾക്ക് തുടരാൻ കഴിഞ്ഞത്. ഞങ്ങളിതിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഭക്ഷ്യവസ്തുക്കളും നമ്മുടെ നാട്ടിലെ
കർഷകർക്ക് അതോടൊപ്പം തന്നെ ഇവിടെയുള്ള പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അതോടൊപ്പം ഞങ്ങൾക്ക് തരുന്ന ഷെയർ ഹോൾഡേഴ്സിന് അതോടൊപ്പം തന്നെ നാട്ടിലെ നല്ലവരായ നാട്ടുകാർക്കൊക്കെയാണ് ഇത് സമർപ്പിക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് തലത്തിൽ വളരെ വിപുലമായ പ്രവർത്തനങ്ങൾ കഴിയുന്നുണ്ട്. മഞ്ചേരിയിലെ കൃഷിഭവൻ ഞങ്ങൾക്കുമായി സമീപിച്ച് ഞങ്ങൾക്ക് ഇതിനുള്ള ഫണ്ടുകളും മറ്റു കാര്യങ്ങളും ഇത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മഞ്ചേരി മുനിസിപ്പാലിറ്റി, ഞങ്ങളുടെ വാർഡ് കൗൺസിലർ തുടങ്ങിയ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും തരുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വിപുലമായ രീതിയിൽ ഈ സംരംഭം 5 വർഷം കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഇന്നെന്താവോ നല്ല വെയിലാ, നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കണ്ടത്തിൽ മൊത്തം ആകെ കത്തണത് കണ്ടില്ലേ. ഏകദേശം ഇപ്പോൾ ഒരു 10-11 മണിയായി. നമ്മൾ ചായ കുടിക്കാൻ കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 1-2-3 കണ്ടങ്ങളൊക്കെ കൊയ്ത് കഴിഞ്ഞു. ഞാൻ കാണിച്ചു തരാം. കഞ്ഞി കുടിക്കാനുള്ള നമ്മളെ സമയമായിട്ടുണ്ട്. അപ്പോൾ ഒക്കെ നമ്മൾ പാരമ്പര്യ ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടിരുന്നല്ല, ഇവിടുന്നേലൊക്കെ വെച്ചുണ്ടാക്കിയിട്ട് നമ്മൾ കൊടുക്കൽ തന്നെയാണ്. നമ്മളെ പ്ലാവിൻ്റെ ഇലയിലൊക്കെയാണ് കഞ്ഞി. ബാക്കി ആ കാഴ്ച ഒന്ന് കാണിച്ചു തരാം. എല്ലാതും നമ്മൾ പുതുതായിട്ടൊന്നുമില്ല, ഒക്കെ പഴയ രീതിയിലാണ് പോകുന്നത്. ആ കാഴ്ചകളൊക്കെ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും ഇതാക്കണം. ഇവിടെ എത്തിയിട്ടുണ്ട്. പണ്ട് നിലത്ത് കുഴിയത്തിലായിരുന്നു എന്നാണ് ശരത്തി അറിയണേ. ഇപ്പോൾ കുറേ മാറിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ മാറ്റേണ്ടത് തന്നെയാണ്. എന്ത് നമ്മൾ മാറ്റി തന്നെയാണ്. അതുകൊണ്ട് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും കഞ്ഞികുടിക്ക് കിടക്കാം. നമുക്ക് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കഞ്ഞിക്കുടിയിലാണ്. നമുക്ക് എന്തായാലും ഇവരൊന്ന് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഈ കാലത്തും പണ്ട് കാലത്തും തമ്മിലുള്ള കൃഷിയുടെ ഭാഗമായിട്ടും മറ്റുള്ളവർ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് വെറുതെ ചോദിക്കുക. എല്ലാവർക്കും കുറേ പറയാനുണ്ട്, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായാലും ഇനി അവരെ പറച്ചിലേക്ക് കിടക്കാം. ആദ്യം ഇങ്ങനെ നമ്മൾ പണിക്ക് വന്നാൽ മുറ്റത്തിൻ്റെ പുറത്ത് ഒരു കുയ്യുത്തുക കൈകൊണ്ടെടുത്തിട്ട് എന്നിട്ട് ഒരു ഇല വെച്ച് അതിൽ 4-5 കൂടിയിട്ട് ആ ഇലയിൽ കഞ്ഞി വയ്ക്കുക. പാത്രത്തിൽ തരില്ല. എന്നിട്ട് പിന്നെ ഒരു കഞ്ഞി കൊണ്ടുവരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് കഴിച്ചു പോകണം. അങ്ങനെയൊക്കെ ഒരു കഷ്ടം ഇതായിരുന്നു അന്ന്. ഇപ്പം അതൊക്കെ മാറി നമ്മളെ പാത്രത്തിൽ ചോറിന് അടുക്കള കയറുന്നു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ പുതിയതായിട്ട് അങ്ങനെ ഒരു മാറ്റം വന്നു. എല്ലാവർക്കും അനുഭവമുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഒരു പാത്രം കഞ്ഞിക്ക് തരാണെങ്കിൽ അതിലൊരു 4-5 ആൾ കൂടിയിട്ടാണ് ഞങ്ങൾ മുക്കി പിടിക്കുന്നത്. അല്ലെങ്കിൽ കുഴി കുത്തിയാണ്ട് കുഴിയിൽ ഇല വെച്ചിട്ട് കഞ്ഞി തരും. അന്ന് കഞ്ഞി പാർണി തന്നെ ഒരു കുറേ ദൂരെ ചെന്ന് നിൽക്കണം. എന്നിലെ കഞ്ഞി കൊണ്ട് തരുള്ളൂ. എന്നിട്ട് ഞങ്ങൾക്ക് എല്ലാം അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞ് കുറേ പോയിട്ടുണ്ട്. അതൊക്കെ അതൊക്കെ അനുഭവിച്ച ആൾക്കാരാണ്. ഇപ്പോൾ ഒരു കുറച്ച് കാലമായിട്ട് ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല, നല്ല ഇതിലാണ്. പിന്നെ ഇങ്ങനെ പണ്ടത്തെ കാലം ഒരു ഐറ്റേനു. പിന്നെ ഒരു ദിവസം ഞാൻ ചെന്നപ്പോണ്ട് എൻ്റെ പിന്നാലെ ഒരു ചെമ്പും വെള്ളം ചാണം കലക്കി ഇങ്ങനെ പൊടിഞ്ഞ് വരണം. അത് പണ്ടത്തെ കാലം. നിങ്ങളെ മുറ്റത്തൂടെ ഇക്കതൊന്നും നിച്ചല്ലോ. എന്നിട്ട് ഞാൻ തടി ഈ അമ്മച്ചിൻ്റെ ബാക്കിലൂടെ ഒരു ചെമ്പുംകാലം കൊണ്ട് ഇങ്ങനെ തേങ്ങ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞാൻ അതിലെ പോന്നിട്ടാണ് ഈ ചെമ്പുംകാലം ചാണം കലക്കി പൊടിയുണ്ട്. അയിത്തം കൊണ്ട് പണ്ടൊക്കെ അയിത്താണേ. ഇപ്പം നമ്മൾ ഒന്നായത്. ഇപ്പം നമ്മൾ ഒന്നായി. പണ്ടൊക്കെ അങ്ങനെ ഒരു അയിത്തപ്പാടിലായിരുന്നു. ഇപ്പൊക്കെ നമ്മൾ ഒന്നായി, ഒന്നും പറയാനില്ല. ഇപ്പം നമ്മളെല്ലാവരും ഒരേ മാതിരിയായി. നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ ഉഷാറായിട്ട് കൂടുതൽ കാര്യങ്ങളാണ്. നമ്മളെ കല്ലൊരുക്കലും കറ്റമെതിക്കലും ബാക്കി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനും കാഴ്ചക്കാരായിട്ട് നിങ്ങളെല്ലാവരും കണ്ടെല്ലാവരും ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡിൽ നിന്ന് എല്ലാവർക്കും ഗുഡ് ബൈ.